മുനമ്പം ഭൂമി വഖഫിന് തിരിച്ചു നൽകണമെന്നുള്ള ആവശ്യം യഥാർത്ഥത്തിൽ തീവ്രവാദപരമാണ്. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന, രാജ്യത്തിനകത്തും നിലനിൽക്കുന്ന ഭീകര തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ വേഷം മാറിയ രൂപമാണ് ഈ പുതിയ ആവശ്യം. വഖഫ് ഇങ്ങനെ ഭൂമി വാരിക്കൂട്ടുന്നതും സംശയാസ്പദമാണ് എന്ന് BJP ഉന്നയിക്കുകയാണ്. മുനമ്പത്തെ ഭൂമി അത് വഖഫിൻ്റെ അവകാശപ്പെട്ടതാണെന്നും പതിറ്റാണ്ടുകളായി കരമടച്ച് അവിടെ താമസിക്കുന്നവർ കുടിയിറങ്ങണമെന്നും അതിന് പകരമായി സർക്കാർ ഭൂമി കണ്ടെത്തണമെന്നാണ് പണ്ഡിത സഭയായ ജംഇയ്യത്തുൽ ഉലമ പറയുന്നത്. ഇക്കാര്യം അവരുടെ സംസ്ഥാന നേതാക്കന്മാരുടെ പ്രഭാഷണത്തിൽ അടിവരയിട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല, ഇന്നലെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ പേജിൽ അവർ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കേവലം മുനമ്പത്ത് മാത്രമല്ല, കേരളത്തിൽ എവിടെയൊക്കെയാണോ വഖഫ്, ഏതൊക്കെ ഭൂമിയിലാണോ അവകാശവാദം ഉന്നയിച്ചത്, അവിടെയെല്ലാം തന്നെ കൈവശക്കാർ കുടിയിറങ്ങണം, സർക്കാർ ഭൂമി കണ്ടെത്തണം. ഇതാണ് സമസ്തയുടെ ആവശ്യം. ഞങ്ങൾ പറയുന്നത്, കേരളത്തിൽ മൊത്തം ഏത് ഭൂമിയിലും വഖഫിന് നിലവിലുള്ള നിയമം അനുസരിച്ച് അവകാശവാദം ഉന്നയിക്കാം. അവിടെയുള്ളവരൊക്കെ കുടിയിറങ്ങണമെന്നും സർക്കാർ അവർക്ക് പകരം ഭൂമി നൽകണമെന്നുള്ളതാണ് പണ്ഡിത സഭയായിട്ടുള്ള സമസ്ത അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്, ഇക്കാര്യത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ അഭിപ്രായം എന്താ അറിയാൻ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമസ്തയുടെ ഭാഗമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും സമസ്തയുടെ ഏറ്റവും ഒടുവിലത്തെ ഈ നിലപാടിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം, അതേപോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ അഭിപ്രായം അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. BJPയുടെ നിലപാട് വളരെ വ്യക്തമാണ്. നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് മുനമ്പത്ത് മാത്രമല്ല, ഇപ്പം വയനാട്ടിലെ തലപ്പുഴയിൽ മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ മാത്രമല്ല, സംസ്ഥാനത്തെ ഏത് ഭൂമിയിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഓഫീസായ AKG സെന്ററിന് മുകളിലും കോൺഗ്രസിന്റെ സംസ്ഥാന കാര്യാലയമായിട്ടുള്ള ഇന്ദിരാഭവന് മുകളിലും വഖഫിന് അവകാശവാദം ഉന്നയിക്കാം. അപ്പോൾ നിലവിൽ സമസ്തയുടെ നിലപാടനുസരിച്ച് അവിടെ നിന്ന് എല്ലാവരും കുടിയിറങ്ങണം, പകരം ഭൂമി സർക്കാർ കണ്ടെത്തണം. BJPയുടെ അഭിപ്രായം, പകരം ഭൂമി കണ്ടെത്തിയിട്ടല്ല ഈ പ്രശ്നം പരിഹരിക്കേണ്ടത്. മുനമ്പം ഒറ്റപ്പെട്ടതല്ല, സംസ്ഥാനമാകമാനം വ്യാപിക്കാൻ പോകുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഈ പകരം ഭൂമി കൊടുത്തിട്ടല്ല, നിയമ ഭേദഗതിയിലൂടെയാണ് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടത്. ഇത് മുനമ്പം സംസ്ഥാന വ്യാപകമായി വ്യാപിച്ചതിൻ്റെ സാഹചര്യത്തിൽ നിലവിലുള്ള വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്താൻ പാടില്ലെന്ന LDFിൻ്റെയും UDFിൻ്റെയും നിലപാട്, അതോടൊപ്പം തന്നെ സംസ്ഥാന നിയമസഭക്കകത്ത് ഈ രണ്ട് മുന്നണികളും സംയുക്തമായി പാസാക്കിയ പ്രമേയം അത് പിൻവലിക്കാനും വഖഫ് നിയമ ഭേദഗതിക്ക് പിന്തുണ നൽകാൻ തയ്യാറാകണം, LDFും UDF തയ്യാറാകണം എന്നാണ് BJPയുടെ അഭിപ്രായം. അതായത് പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ കുടിയിറക്കുന്ന നിലവിലുള്ള വഖഫ് നിയമം അത് ഒരു വരി പോലും മാറ്റാൻ പാടില്ലെന്ന LDFിൻ്റെയും UDFിൻ്റെയും നിലപാട്, അതനുസരിച്ച് അവർ പാസാക്കിയ സംയുക്ത പ്രമേയം പിൻവലിക്കാനും ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ നിയമ ഭേദഗതിക്ക് പിന്തുണ നൽകാനും LDFും UDFും തയ്യാറാകുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. തയ്യാറാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഒരു കാര്യം ഉറപ്പാണ്, നിലവിലുള്ള ഈ കേരളത്തിൽ
ഒരു കുടുംബത്തെ പോലും കുടിയിറക്കാനോ അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭൂമി 1 ഇഞ്ച് ഭൂമി ഇതിൻ്റെ പേരിൽ വിട്ടുകൊടുക്കാനോ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല. ഭൂമി സർക്കാർ ഭൂമി പകരം ഭൂമി കൊടുത്തുകൊണ്ടല്ല, നിയമ ഭേദഗതിയിലൂടെയാണ് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണേണ്ടത് എന്നാണ് BJPയുടെ സുചിന്തിതമായ അഭിപ്രായം. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നത്, വഖഫ് ഇങ്ങനെ എല്ലാ ഭൂമിയിലും അവകാശവാദം ഉന്നയിക്കുക, ആളുകളോട് കുടിയിറങ്ങാൻ പറയുക, ഇത് കേരളത്തിൽ വലിയൊരു കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. 2 മതങ്ങൾ തമ്മിലുള്ള വൈരാഗ്യം, ശത്രുത ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഈ നിലപാട് സഹായമാകില്ലേ? അപ്പോൾ കലാപത്തിൻ്റെ കട തുറങ്ങാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസും UDFും തയ്യാറാകുന്നത്, അവിടെ LDF തയ്യാറാകുന്നത്. സ്നേഹത്തിൻ്റെ കടയല്ല ഇത് കലാപത്തിൻ്റെ കടയാണ്. ചോരച്ചാലുകൾ സൃഷ്ടിക്കാനുള്ള കടയാണ് കോൺഗ്രസും VD സതീശനും KPCC പ്രസിഡന്റും ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ കടയാണ് അവരാരംഭിക്കുന്നത്. അതുകൊണ്ട് BJPയുടെ അഭിപ്രായം എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള അഭിപ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്, NDAക്കുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ നിയമ ഭേദഗതിയാണ് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത്. നോക്കൂ, ഞാൻ വയനാട്ടിലെ പ്രചരണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വരുന്നത്. വയനാട്ടിലെ തലപ്പുഴ തവിഞ്ഞാൽ പഞ്ചായത്തിലെ തലപ്പുഴയിലെ 5 ഏക്കർ 77 സെന്റിൽ താമസിക്കുന്ന കർഷകർക്കാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയത്. ഇതറിയോ നിങ്ങൾ? ഈ നോട്ടീസിൽ എങ്ങനെയാണ് ഈ നോട്ടീസ് ഇപ്പം നൽകിയത് എന്ന് കാരണം വിശദീകരിക്കുന്നുണ്ട്. അതായത് അവിടുത്തെ തലപ്പുഴയിലെ ജമായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും മെമ്പർമാരും വഖഫ് ബോർഡിന് പരാതി കൊടുക്കുന്നു. അതായത് 2 സർവേ നമ്പറിലായി വ്യാപിച്ചു കിടക്കുന്ന 5 ഏക്കർ 77 സെന്റ് ഭൂമി വഖഫിൻ്റെ ഭൂമിയാണ്, ഞങ്ങൾക്ക് തിരിച്ചു നൽകണം. ജമായത്ത് പള്ളി വഖഫ് ബോർഡിന് പരാതി കൊടുക്കുന്നു. പരാതി കിട്ടിയ മുറക്ക് എല്ലാ കുടുംബങ്ങൾക്കും നോട്ടീസ് കൊടുക്കുക. എന്തേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി വഖഫ് ഭൂമിയാണ്, നിങ്ങളുടെ രേഖകൾ ഇന്നലെ 16-ാം തീയതി വഖഫ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കണം. 19-ന് വഖഫ് ബോർഡ് ഹിയറിംഗ് വെച്ചിട്ടുണ്ട്, അതിന് മുന്നിൽ ഹാജരാവണം. ഒന്ന് രേഖ ഹാജരാക്കണം 16-ന്, 19-ന് ഹിയറിങ്ങിന് ഹാജരാവണം. അപ്പോൾ ആരാ ഇത് ഭൂമി നോട്ടീസ് കൊടുത്തതാരാ? വഖഫ് ബോർഡ്. ഇവർ ഹാജരാകേണ്ടതും അതുപോലെ രേഖകൾ ഹാജരാക്കണത് എവിടെയാ? വഖഫ് ട്രിബ്യൂണൽ. അതായത് വേട്ടക്കാരൻ്റെ അടുത്ത് പോയി അപേക്ഷ കൊടുക്കുക, എന്നിട്ട് വേട്ടക്കാരൻ വിധി പറയുക. ലോകത്ത് എവിടെയെങ്കിലും ഇത്തരമൊരു നിയമമുണ്ടോ എന്ന് പിണറായി വിജയനും VD സതീശനും വ്യക്തമാക്കണം. വേട്ടക്കാരനോട് പരാതി, വേട്ടക്കാരന് മുമ്പിൽ നീതിക്ക് വേണ്ടി യാചിക്കണം. വേട്ടക്കാരനാണ് വിധി പറയുന്നത്. ട്രിബ്യൂണൽ വിധി നോട്ടീസ് കൊടുക്കുക, നിങ്ങളുടെ ഭൂമി വഖഫ് ഭൂമിയാണ്, നിങ്ങളെ കുഴിയൊഴിയണം. എന്നിട്ട് എവിടെയാണ് ഇവർ ഹാജരാവേണ്ടത്? രേഖകളുമായിട്ട് ഹാജരാകേണ്ടത് അതേ വഖഫ് ബോർഡിൻ്റെ ട്രിബ്യൂണലിന് മുമ്പാകെ. അവരാണ് ഇത് വിധി പ്രഖ്യാപിക്കുന്നത്. ആ വിധിയോ ശാശ്വത, എവിടെയും പോകാൻ പറ്റില്ല, ഒരു കോടതിയിലും അപ്പീൽ നൽകാൻ പറ്റില്ല. ഇതാണോ ഇത്? കേരളത്തിൽ ഇതുവഴി കേരളത്തിൽ സ്നേഹത്തിൻ്റെ കടയാണോ തുടങ്ങാൻ പോകുന്നത്, അല്ല കലാപത്തിൻ്റെ കടയോ? കലാപത്തിൻ്റെ കടയാണ് ഈ VD സതീശനും കോൺഗ്രസും KPCC പ്രസിഡന്റും ഒക്കെ തുടങ്ങാൻ പോകുന്നത്, CPM തുടങ്ങാൻ പോകുന്നത്. എന്നിട്ട് മാത്രമല്ല, ഇതിൽ വേറൊന്നും കൂടി പറയുന്നുണ്ട്. അതായത് ഈ നോട്ടീസിൽ വഖഫ് ബോർഡ് ഓരോ കർഷകനും ഇതിൻ്റെ ഉടമസ്ഥന്മാർക്ക് അയച്ച നോട്ടീസ് പറയുക. അതായത് ഈ ജമായത്ത് പള്ളി പുതിയ കമ്മിറ്റിയാണ്, ജമായത്ത് പള്ളിയുടെ കമ്മിറ്റി പുതിയ കമ്മിറ്റിയാണ്. ഇവർക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഈ വിവരം കിട്ടിയെന്നറിയോ? ഈ നോട്ടീസ് തന്നെ പറഞ്ഞ 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ ഉടമസ്ഥർ ഭൂമി എൻക്രോച്ച് ചെയ്തത് എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴെന്താ പള്ളി കമ്മിറ്റി പരാതി ഉന്നയിക്കാൻ കാരണം? ആ പള്ളി കമ്മിറ്റിക്കകത്തുള്ള ഒരു മുതിർന്ന ആള് ഈ പള്ളി കമ്മിറ്റിയോട് പറഞ്ഞു, ഈ ഭൂമിയെല്ലാം വഖഫ് ഭൂമിയാണ്.
നോക്കാം നിങ്ങൾ. ഈ കമ്മിറ്റി പറയും ഞങ്ങൾ പുതുതായിട്ട് നിലവിൽ വന്നിട്ടുള്ള കമ്മിറ്റിയാണ്. ഞങ്ങൾ ഈ ജമായത്തിലെ ഒരു മുതിർന്ന കാരണവർ പറഞ്ഞിരിക്കുന്നു ഈ ഭൂമിയെല്ലാം വഖഫ് ഭൂമിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ വഖഫ് ബോർഡിന് പരാതി കൊടുക്കുന്നത്, വഖഫ് ഭൂമി ഇപ്പം നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ജമായത്ത് പള്ളിയും അവിടെ ഒരു മുതിർന്ന കാരണവരും ഉണ്ടെങ്കിൽ എവിടെയും തലപ്പുഴ ആവർത്തിക്കും. ഇതാണോ വേണ്ടത്? അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഇവർ ഇനിയെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. ഒന്നുകിൽ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വേട്ടക്കാരോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ ഇരകളോടൊപ്പം നിൽക്കുക. ഒരേ സമയം വേട്ടക്കാരോടൊപ്പം ഇരകളോടൊപ്പം നിൽക്കാൻ ഇനി കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും UDFനും LDFനും സാധ്യമല്ല. ഞങ്ങൾ ഇരകളോടൊപ്പം. അതിൽ ജാതി മതമൊന്നുമില്ല. ഈ കുടിയിറക്കുന്നവർ അത് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ആ മനുഷ്യരുടെ പക്ഷത്താണ് ഞങ്ങൾ. മനുഷ്യപക്ഷത്താണ്. അവരെ പക്ഷെ ഞങ്ങൾ അണിനിരക്കും. വോട്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ ഏതായാലും ഇതിനെതിരായിട്ട് ഒരു വംശീയ കലാപം ഇതിൻ്റെ പിന്നിൽ ആസൂത്രണം ചെയ്യുന്നുണ്ടോ ഞങ്ങൾ സംശയിക്കുന്നു. മാത്രമല്ല ഇതിപ്പോൾ ഈ ഭൂരംഭത്തിൻ്റെ കഥ ഈ ചില ലേഖനങ്ങളിൽ വന്നിട്ടുണ്ട്. ചില സംഘടനകളുടെ 1902 തിരുവനന്തപുരം കൊട്ടാരം ഈ ഗുജറാത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾക്ക് ഇത് കൊടുക്കുന്നത്. അവരാണ് ഫറൂഖ് കോളേജിൽ കൊടുക്കുന്നത്. അവരാണ് പൈസ വാങ്ങിയിട്ട് ഇപ്പം മുനമ്പത്തെ നിവാസികളുടെ പിതാക്കന്മാർക്കോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള തലമുറക്ക് കൈമാറുന്നത്. ഇപ്പോൾ 1902 ആരാ കൊടുത്തത്? തിരുവനന്തപുരം രാജകുടുംബം. അങ്ങനെ കേരളത്തിൽ പല ഭൂമിയുടെയും ഉടമസ്ഥരെ പരിശോധിച്ചാൽ ദേവസ്വമൊക്കെ ഉണ്ടാവും, രാജകുടുംബം ഉണ്ടാവും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴേ വഖഫിൻ്റെ പ്രശ്നത്തിൻ്റെ പേരിൽ കുടിയൊഴിപ്പിക്കണമെന്ന് പറയുന്നവർ ചരിത്രത്തിലേക്ക് അങ്ങനെ കൂടുതൽ അങ്ങ് തിരിഞ്ഞു പോകണ്ട. അങ്ങനെ ചരിത്രത്തെ അങ്ങനെ കൂടുതൽ കുഴിക്കാൻ തയ്യാറായാൽ അത് വലിയ അപകടത്തിലേക്ക് പോകും. ഇതിൻ്റെ ഉടമസ്ഥർ വേറെ പലരുമായിട്ട് വരും. അങ്ങനെ പോകണോ? ഈ കാര്യത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. ഞങ്ങൾ ഏതായാലും പറയുന്നു, പാലക്കാട്ടെ വോട്ടർമാർ ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകും. കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കുമെതിരെ, UDFനും LDFനും എതിരായിട്ടുള്ള വലിയ ജനവിധിയായിരിക്കും ഈ പാലക്കാട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസിനും CPMനും എങ്ങനെയാണോ തൃശ്ശൂരിൽ വോട്ട് നഷ്ടപ്പെട്ടത്, അതേപോലെ പാലക്കാടും വോട്ട് നഷ്ടപ്പെടും. തൃശ്ശൂരിൽ NDAക്കുണ്ടായ വിജയം, BJPക്കുണ്ടായ വിജയം പാലക്കാട് ഞങ്ങൾ പറയുന്നു. ഈ പാലക്കാടും ആവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാലക്കാട് വോട്ടർമാർ അതിന് തയ്യാറെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട്. കോൺഗ്രസിനകത്തുള്ളവർക്കും ബോധ്യമുണ്ട്, പുറത്തുള്ളവർക്കും ബോധ്യമുണ്ട്. ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആരെങ്കിലും ആ കപ്പലിലേക്ക് പോകാൻ തയ്യാറായാൽ അതൊരു ആത്മഹത്യക്ക് തുല്യമാണെന്ന് മാത്രമേ ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച് ഇതൊരു കുടുംബാധിപത്യ പാർട്ടിയല്ല, വ്യക്തിയാധിഷ്ഠിത പാർട്ടിയല്ല, ഒരു ആദർശാധിഷ്ഠിത പാർട്ടിയാണ്. 100 കണക്കിന് ബലിദാനികൾ, 100 കണക്കിന് ഉശിരന്മാരായ പ്രവർത്തകന്മാർ ജീവനും രക്തവും നൽകി പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ ഒരു വ്യക്തിക്കും തളർത്താനോ തകർക്കാനോ കഴിയില്ല. അക്കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ബേജാറുമില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്.